ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. 2025 സർവേശ്വരകാരകനായ വ്യാഴത്തിനുണ്ടാകുന്ന രാശിമാറ്റവും ശനിയുടെ രാശിമാറ്റവും അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ ആക്സിസിനുണ്ടാകുന്ന മാറ്റവും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദം നക്ഷത്ര ജാതരെ ഏത് വിധം എന്നുള്ളതിനെപ്പറ്റി വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് 10-ാം ഭാവത്തിൽ വ്യാഴവും 7-ാം ഭാവത്തിൽ ശനിയും 8-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ ഇവർക്ക് ധനാഗമം ഒക്കെ അനുഭവപ്പെടുമെങ്കിലും പ്രവർത്തനങ്ങളിൽ കാലതാമസം ഉണ്ടാകുമെന്ന് വേണം പറയുവാൻ. അതായത് കർമ്മത്തിലെ വ്യാഴം അത്ര ശുഭകരമല്ല. 7-ാം ഭാവത്തിലെ ശനിയാകട്ടെ കണ്ടകശനിയായിട്ട് പ്രവർത്തനങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടാക്കും. ബന്ധുക്കളുടെ വേർപാട് മനോവിഷമത്തിനിടയാക്കും. പ്രവൃത്തിക്ക് തക്കതായ അംഗീകാരം ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ ഇവർക്ക് നടന്നുകൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നിലവിലെ ഗ്രഹസ്ഥിതി ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അത് ഇനിയിപ്പോൾ മാർച്ച് 29-ന് ശനി രാശി മാറുമ്പോഴും അവർക്ക് 7-ൽ നിൽക്കുന്ന ശനി അഷ്ടമ ശനിയായിട്ട് തുടരുകയാണ്. അതും ആരോഗ്യാദി ക്ലേശങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നാൽ വ്യാഴം മെയ് 14-ന് രാശി മാറുമ്പോൾ ഇവർക്ക് അനുകൂലമായി 11-ലേക്ക് വരും എന്നുള്ളത് ആശ്വാസമാണ്. അതുവരെ ഈ വ്യാഴം കർമ്മഭാവത്തിലെ ഈ 10-ലെ കർമ്മവ്യാഴൻ്റെ ദോഷം നീക്കുവാനും ശുഭഫലം പ്രദാനം ചെയ്യുവാനും ശക്തനാക്കുവാനുമൊക്കെ വ്യാഴൻ്റെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ചൊല്ലുന്നത് നല്ലതായിരിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച നടത്തുകയും പാൽപ്പായസ നിവേദ്യമൊക്കെ നടത്തിയാൽ വിഷ്ണു പ്രീതി ലഭിക്കും. അതുപോലെ തന്നെ ഇവർ ഈ ഈ ശനിദോഷം മാറ്റുവാൻ അവർ അഗതികൾക്ക് നിശ്ചയമായും ദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ശനി അഷ്ടമശനി ആകയാൽ ആരോഗ്യാദി ക്ലേശങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനായിട്ട് ശിവന് ധാര നടത്തുകയും മൃത്യുജ്ഞ അർച്ചന നടത്തുകയും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം നടത്തി ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുകയും ശ്രീരാമസ്വാമിക്ക് അഷ്ടോത്തരാർച്ചന നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനവും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നതും ഫലപ്രദമാകും. പിന്നെ തുടർന്ന് ഇവർക്ക് വ്യാഴം 11-ലേക്ക് വരുന്നത് വരെയും അവർക്ക് ഈ ദോഷങ്ങളൊക്കെ ഇത്തിരി കഠിനമായിട്ട് തന്നെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെയും വ്യാഴം 11-ൽ വരുമ്പോൾ ഇതിനെല്ലാം ഒരു സർവേശ്വരകാരകനായ വ്യാഴം ഇതിനെല്ലാം ഒരു സമാധാനം വരുത്തും എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. എന്നാൽ വീണ്ടും രാഹു മെയ് 19-ന് 7-ലും അതായത് അവരുടെ 7-ാം ഭാവത്തിലും കേതു ജന്മത്തിലുമായിട്ട് വരുന്നു. രാഹുവിൻ്റെ 7-ലെ സ്ഥിതി ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാക്കുവാനും അത് വിവാഹത്തിൽ എത്തിക്കുവാനുമൊക്കെ ഉള്ള സാധ്യത കണക്കാക്കാം. എന്നാൽ ഈ പ്രേമബന്ധങ്ങൾ മനക്ലേശങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിവാഹിതരായ ദമ്പതികൾ തമ്മിൽ അനൈക്യം ഉണ്ടാക്കുവാൻ ഈ രാഹു പ്രേരകമാകും. രാഹുകേതുക്കൾ അലർജി ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഇതിനെ പ്രതിരോധിക്കുക, അലർജി വരാതെ നോക്കുകയാണ് പ്രധാനം. കഴിയും വിധം പ്രദോഷവ്രതം എടുക്കുന്നതും നന്നായിരിക്കും. വ്രതങ്ങൾക്ക് വലിയ ശാസ്ത്രീയതയുണ്ട്. ശരീരകാരകൻ ചന്ദ്രനും പ്രാണകാരകൻ സൂര്യനുമാണ്. ഓരോ തിഥികളും ചന്ദ്രനും സൂര്യനുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പ്രദോഷം എന്നത് മാസത്തിൽ 2 തവണ വരുന്നു, കറുത്തപക്ഷത്തിലും വെളുത്തപക്ഷത്തിലും. സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥലത്ത് വരുമ്പോൾ കറുത്തവാവ്. ചന്ദ്രൻ 12 ഡിഗ്രി മാറുമ്പോഴാണ് പ്രഥമ. ഇതിങ്ങനെ 156 ഡിഗ്രി മാറിക്കഴിയുമ്പോൾ ത്രയോദശി തുടങ്ങുന്നു. ഇതാണ് പ്രമാണം. ഈ സമയത്ത് ശരീരവും പ്രാണനും ശുദ്ധമാക്കാവുന്ന സമയമാണ്. അപ്പോൾ ഈ ത്രയോദശിയിലാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്. ആഹാര നിയന്ത്രണമാണ് വ്രതത്തിൽ പ്രധാനം. ചിങ്ങം രാശി ജാതരെ സംബന്ധിച്ചിടത്തോളം പ്രദോഷവ്രതം എടുക്കുക വഴി അവരുടെ രാശിനാഥനായ സൂര്യനെയും പ്രീതിപ്പെടുത്താം. സൂര്യപ്രീതിക്ക് ശിവഭജനമാണ് വേണ്ടത്. അപ്പോൾ പ്രദോഷവ്രതം എടുക്കുന്നത് വഴി ശിവപ്രീതി ഉണ്ടാകും എന്നതിനാലാണിത്. അതുപോലെ തന്നെ ഈ രാഹുവിനെയും കേതുവിനെയും പൂജിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രാഹുപ്രീതിക്കായിട്ട് നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക. കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ ഗണപതിയെയും ഭജിക്കുക. ഉഴുന്ന്, മുതിര ഇവ ഭക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. ഇവർക്ക് 11-ലെ വ്യാഴസ്ഥിതി അഷ്ടമശനി ദോഷത്തിൽ നിന്നും രാഹുവിൻ്റെ 7-ലെ ദോഷത്തിൽ നിന്നുമൊക്കെ ഒരു രക്ഷ നൽകുമെങ്കിലും ഈ വ്യാഴം
2025 ഒക്ടോബർ 17 രാശി വീണ്ടും 12 അതായത് വ്യാഴം തൽക്കാലത്തേക്കൊന്ന് മറയുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇത് ഡിസംബർ 6 വരെ തുടരുകയും ചെയ്യും. ആ ഒരു സമയം വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വ്യാഴം മറഞ്ഞതിൻ്റെ ദോഷം തീർക്കുന്നതിനായിട്ട് വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിലും ലക്ഷ്മി സമേതനായ വിഷ്ണു ക്ഷേത്രത്തിലുമൊക്കെ ദർശിച്ച് വേണ്ട വഴിപാടുകൾ നടത്തിക്കൊള്ളണം. വീണ്ടും 2025 ഡിസംബർ 6 വ്യാഴം ഇവരുടെ ലാഭസ്ഥാനമായ മിഥുനത്തിലേക്ക് വരുന്നു. അത് 2026 ജൂൺ വരെ തുടരുകയും ചെയ്യും. അത് ഇവർക്ക് അനുകൂലമാണ്. പിന്നെ വരുന്ന ആ രാശിമാറ്റം 2026 ജൂൺ തുടങ്ങി ഒരു വർഷകാലത്തേക്ക് വ്യാഴം വ്യയസ്ഥാനത്തേക്കാണ് വരുന്നത്. അത് മനസ്സിലാക്കുകയും അത് പോരാഞ്ഞ് അപ്പോൾ അഷ്ടമശനി ദോഷവും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അവർക്ക് ജീവിതത്തിൽ ഒരു അടിത്തറയൊക്കെ ഈ ഒരു വ്യാഴം അനുകൂലമായ സമയത്ത് തന്നെ ഉണ്ടാക്കുവാൻ ശ്രമിക്കണം. വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് തന്നെ സാധിച്ചു കിട്ടുവാൻ വേണ്ട പ്രയത്നങ്ങളിലേക്കൊക്കെ ഇവർ തിരിയണം. അത് മനസ്സിൽ വയ്ക്കുകയും വേണം. ഉള്ളൊരു അനുകൂലാവസ്ഥ കിട്ടുവാനായിട്ട് ഇവരുടെ ദശാനാഥനെയും അപഹാരനാഥനെയും മനസ്സിലാക്കി അവരെ പ്രീതിപ്പെടുത്തി ഇവരുടെ ഈ ഒരു വർഷകാലം വളരെ നന്നായിരിക്കട്ടെ, എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി. നമസ്കാരം.